ഇന്നത്തെ ഞങ്ങളുടെ യാത്ര വട്ടവടയിലോട്ടാണ്. അങ്കമാലി KSRTC ബസ് സ്റ്റാൻഡിൽ നിന്നും ഞങ്ങളുടെ യാത്ര ആരംഭിക്കുകയാണ്. ചാലക്കുടി VTCയുടെ ഉല്ലാസയാത്രയിലാണ് ഇന്നത്തെ യാത്ര. ഞങ്ങളുടെ ബസ് എത്തിക്കഴിഞ്ഞു. ഇന്ന് നമ്മൾ കാണുവാൻ പോകുന്ന സ്ഥലത്തെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ നൽകുകയാണ് നമ്മുടെ ഇന്നത്തെ യാത്രയുടെ കോർഡിനേറ്ററായ ബിജു ചേട്ടൻ. ഈ ബസിന്റെ സാരഥി അൻസാറിയേട്ടനാണ്. ഗുഡ് മോർണിംഗ്, എന്റെ പേര് ബിജി സ്റ്റീഫൻ, കാലടിയിൽ വരുന്നു. ഞങ്ങള് രണ്ടാമത്തെ ട്രിപ്പാണ്. ഒരിക്കൽ മലക്കപ്പാറ പോയിട്ട് ആനയെ കണ്ടതാണ്. നല്ല ട്രിപ്പാണ് കേട്ടോ. എല്ലാവരും അടിച്ചു പൊളിക്കുക. ഞങ്ങൾ അതിന് വേണ്ടിയിട്ടാണ് എല്ലാവരുടെ കൂടെ ഇങ്ങനത്തെ യാത്രകൾ പോണത്. അല്ലെങ്കിൽ ട്രാവലർ അല്ലെങ്കിൽ പ്രൈവറ്റ് ബസ് വിളിച്ച് കോളേജിൽ നിന്ന് പോകാറുണ്ട്. പക്ഷെ അതിനേലും കൂടുതൽ ഇൻട്രസ്റ്റ് ഇതിലാണ്. പല വ്യക്തികളെ കാണാം, സൗഹൃദം കൂടാം, പാട്ട് പാടാം, പിന്നെ അന്താക്ഷരി കളിക്കാം. അതൊക്കെ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇതിൽ വരുന്നത്. ഓക്കെ, താങ്ക് യു. ഈ പറഞ്ഞതുപോലെ പാട്ടും ഡാൻസും അന്താക്ഷരിയുമായാണ് ഇന്നത്തെ യാത്ര, ഉല്ലാസയാത്ര. ഓരോരുത്തർ അവരവരുടെ പേരും സ്ഥലവും മുൻപ് പോയ യാത്രകളെക്കുറിച്ചുമെല്ലാം വിവരണം നൽകി. ഏറെ അധികം യാത്ര ചെയ്യുവാനുള്ളത് കൊണ്ട് ഉല്ലാസയാത്ര മനോഹരമാക്കുവാൻ വേണ്ടി പാട്ടും പാടിയാണ് ഇന്നത്തെ യാത്ര. ആദ്യം പാട്ടുപാടുവാൻ പറഞ്ഞപ്പോൾ എല്ലാവർക്കും ചമ്മലായിരുന്നു. ഓരോ ആൾക്കാർ പാടി തുടങ്ങിയപ്പോഴേക്കും എല്ലാവരും അതങ്ങോട്ട് ഏറ്റെടുത്തു. രാഗം പാടി ഒന്നിനെ മാത്രം തേടി വന്നുവല്ലോ ഇന്നലെ നീ വടക്കും നാഥന്റെ മുന്നിൽ പാടുവതും കണ്ണീരലിവുമായി വന്നു അരികെ നടപ്പാലും അപ്പന്റെ കയ്യും പിടിച്ച് നടക്കണ നേരം ആയോരും പലത്തിൻ്റെ നീലമാനിലലിയുന്നു ദാഹമേഘം നെഞ്ചിരിയിലലിയുമെൻ ജീവരാഗം. പിന്നെ പഠിച്ചത് പറ, പിന്നെ എങ്ങനെ നന്നവനാ പറ, എങ്ങനെ നന്നവനാ. ആദ്യം പഠിച്ചത് തറ, പിന്നെ പഠിച്ചത് പറ, പിന്നെ എങ്ങനെ നന്നവനാ പറ, എങ്ങനെ നന്നവനാ. ചോക്ലേറ്റ് ഫാക്ടറി, അതെ, ചോക്ലേറ്റുകൾ, വിവിധ തരത്തിലുള്ള ചോക്ലേറ്റുകൾ വിൽക്കുന്ന ഒരു ഷോപ്പാണിത്. ഇവിടെ നിന്നും ചോക്ലേറ്റുകളും വാങ്ങി ഞങ്ങൾ കുറച്ചു നേരം ഇവിടെ സമയം ചെലവഴിച്ചു. ബഡ്ജറ്റ് ടൂറിസത്തിൻ്റെ പുതിയ വണ്ടിയിലാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. ചാലക്കുടി ഡിപ്പോയിൽ നിന്നും പച്ചയും മഞ്ഞയും കൂടി കളറടിച്ച പുതിയ ബസ്സിലാണ് ഇന്നത്തെ യാത്ര. ഈ എഴുത്ത് കണ്ടോ, KSRTC ബഡ്ജറ്റ് ടൂറിസ്റ്റ് സവാരി ഗിരിഗിരി. പച്ച, മഞ്ഞ എന്നീ കളറുകൾ കൊണ്ട് അലങ്കൃതമായ ഈ ബസ് മനോഹരമാക്കിയിരിക്കുന്നു. ഒരു ആനയുടെ
തുമ്പിക്കൈ പൊക്കിയിരിക്കുന്ന ചിത്രവും കൊടുത്തിട്ടുണ്ട്. ഇന്നലെയാണ് ഇത് ചാലക്കുടി ഡിപ്പോയ്ക്ക് കിട്ടുന്നത്. ആദ്യത്തെ ഓട്ടമാണ് വട്ടവടയ്ക്ക്. ഉള്ളിൽ ബലൂണെല്ലാം തൂക്കിയിട്ടിരിക്കുന്നു. പിന്നെ മൊബൈൽ ചാർജ് ചെയ്യുവാനുള്ള സൗകര്യവും ഇതിൽ ഒരുക്കിയിട്ടുണ്ട്. ഇതിൽ സീറ്റുകളെല്ലാം അപ്പോൾസ്റ്റർ ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്നു. നമ്മൾ പോകുന്ന വഴിക്ക് ഇരുവശങ്ങളിലും തേയിലത്തോട്ടങ്ങളും വൃക്ഷങ്ങൾ, കുന്നുകൾ, മനോഹരമായിട്ടുള്ള കാഴ്ച, മനോഹരമായ പ്രകൃതി ഭംഗി. എന്ത് ഭംഗിയാണ് നോക്കുമ്പോൾ. അതിനിടയിൽ ചെറിയ ചെറിയ കടകൾ, മനോഹരമാകുന്ന ഒരു അന്തരീക്ഷം. നേരിയ തണുപ്പുകൾ വർദ്ധിച്ചു വരുന്നു. മാട്ടുപ്പെട്ടി ഡാമിൻ്റെ മുകളിലോട്ട് നമ്മൾ പ്രവേശിക്കുവാൻ പോകുന്നു. ഇതാ കാണുന്നതാണ് മാട്ടുപ്പെട്ടി ഡാം. അതിൽ വെള്ളം ഒഴുകി പോകുന്നുണ്ട്. നിരവധിയായിട്ടുള്ള ജനങ്ങളാണ് ഇത് കാണുന്നതിന് വേണ്ടി അവിടെ നിൽക്കുന്നത്. രണ്ട് സൈഡിലും ഫെൻസിങ് കൊണ്ട് സുരക്ഷിതമാക്കിയിരിക്കുന്നു. ഡാമിന് ചുറ്റുമുള്ള പ്രദേശം പച്ചപ്പുള്ള ചായത്തോട്ടങ്ങൾ, കുന്നുകൾ, കാടുകൾ എന്നിവയാൽ സമ്പന്നമാണ്. എന്തു മനോഹരമാണല്ലേ. ഇരുവശങ്ങളിലും വൃക്ഷങ്ങൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഈ റോട്ടിലൂടെ യാത്ര ചെയ്യുമ്പോൾ മനോഹരമായിട്ടുള്ള പ്രകൃതി ഭംഗി തന്നെയാണ് നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നത്. ഇവിടെ വന്നപ്പോഴേക്കും നല്ല തിരക്കാണ്. സഞ്ചാരികളെല്ലാം വണ്ടികളെല്ലാം സൈഡിൽ ഒതുക്കി ഡാമിൻ്റെ മനോഹരമായ കാഴ്ചകളെല്ലാം കാണുകയാണ്. നമ്മളങ്ങനെ എക്കോ പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. എക്കോ പോയിന്റിന്റെ പ്രകൃതി ഭംഗി ആസ്വദിക്കുവാൻ എല്ലാവരും ബസ്സിൽ നിന്നിറങ്ങി. ഇതാണ് എക്കോ പോയിന്റ്. എക്കോ പോയിന്റ് എന്ന പേര് ഈ സ്ഥലത്തിന്റെ പ്രത്യേക ശബ്ദ പ്രതിഭാസത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഇവിടെ ഒരാൾ ഉച്ചത്തിൽ വിളിച്ചാൽ അതിന്റെ ശബ്ദം മലകളിൽ നിന്നും മടങ്ങി വന്ന് കുറച്ച് സെക്കൻഡ് കഴിഞ്ഞ് വളരെ വ്യക്തമായി തിരിച്ചു കേൾക്കാം. ഇത് മലകളുടെയും താഴ്വരകളുടെയും പ്രത്യേക ഭൗമഘടന മൂലമാണ് സംഭവിക്കുന്നത്. ഈ തടാകത്തിൽ നിരവധിയായ ആളുകളാണ് ചൂണ്ടയിടുന്നത്. അവർക്ക് ചെറിയ ചെറിയ മത്സ്യങ്ങൾ ലഭിക്കുന്നുമുണ്ട്. മനോഹരമായ ശാന്തമായി കിടക്കുന്ന പച്ചപ്പ് കലർന്ന വെള്ളത്തിൻ്റെ ആ മനോഹാരിത മലനിരകൾ, തടാകങ്ങൾ, പച്ചപ്പുള്ള ചായത്തോട്ടങ്ങൾ, പുകമഞ്ഞ് എന്നിവ ചേർന്ന് ഈ സ്ഥലം അത്യന്തം മനോഹരമാണ്.
തടാകത്തിനും കാടിനും ചുറ്റുമുള്ള കാറ്റ് ശുദ്ധവും തണുപ്പും നിറഞ്ഞതാണ്. വേനൽക്കാലത്ത് പച്ചപ്പും മഞ്ഞുകാലത്ത് മൂടൽമഞ്ഞും ചേർന്ന ഈ സ്ഥലത്തിന് ഒരു മാന്ത്രിക സൗന്ദര്യവുമുണ്ട്. ഈ സ്ഥലം ഫോട്ടോയും വീഡിയോയും എടുക്കുവാൻ അതിമനോഹരവുമാണ്. കാനായിലെ കല്യാണ നാളിൽ വിസ്മൃതിയിൽ തുടരും ലോകമിന്ന് വിസ്മയത്തിൽ മുഴുകിനോദരം വഴികാട്ടി യേശുനാഥൻ. ചെപ്പുണ്ടോ മാണിക്കല്ലുണ്ടോ കയ്യിൽ വാർമതിയേ തഴുകുന്ന കാറ്റിൻ താരാട്ടുപാട്ടിൽ വാത്സല്യം മനോഹരമായ പ്രകൃതി ഭംഗിയും ആസ്വദിച്ചുകൊണ്ട് ഞങ്ങൾ യാത്ര തുടരുകയാണ്. ഇതിൻ്റെ അടുത്ത ഭാഗം അടുത്ത വീഡിയോയിൽ.